ടീച്ചർക്ക് ഒരു ഉഷാറല്ലോ. അല്ല ടീച്ചറെ, എന്താ പോത്തൊരു വിഷമം? നാട്ടിൽ പോകാത്ത വിഷമാണോ? കഴിഞ്ഞ ആഴ്ച കണ്ടപ്പോ നാട്ടിൽ പോകാന്ന് പറഞ്ഞല്ലോ, പിന്നെ എന്ത് പറ്റി? അതിന്റെ കാര്യമൊന്നും പറയാതിരിക്കുക ഭേദം. ഞങ്ങള് നാട്ടിൽ പോകാൻ വേണ്ടി ടിക്കറ്റ് എടുക്കാൻ നോക്കിയപ്പോഴല്ലേ രസം. ഞങ്ങള് 4 പേരും കൂടി പോയി വരുമ്പോഴേക്കും കുടുംബം പണയം വെക്കേണ്ടി വരും. അതുകൊണ്ട് എന്താ തൽക്കാലം പോകണ്ടെന്ന് വെച്ചു. എന്താ ചെയ്യാ? നിങ്ങൾ കഴിക്കാൻ തുടങ്ങിക്കോളി. മൂപ്പർക്ക് ചായ ഇല്ലാതെ പറ്റൂല. ഉള്ളിയും കൂടി വരട്ടെ, അതിന്റെ കൂടെ എനിക്കും ചായ എടുത്തോട്ടാ. നിന്റെ ഫ്ലൈറ്റ് നാട്ടിൽ പോകാന്ന് പറഞ്ഞിട്ട് പോയില്ലേ? അതിന്റെ കൂട്ടം കൊണ്ടൊന്നും പറയണ്ട. ഈ സ്കൂൾ വെക്കേഷൻ സമയത്ത് കുട്ടികളോടൊപ്പം അടിച്ചു പൊളിക്കാന്ന് വിചാരിച്ചിട്ട് ഇല്ലാത്ത കാശ് ഉണ്ടാക്കി ടിക്കറ്റ് എടുത്ത് എയർപോർട്ടിൽ ചെന്നപ്പോ ഫ്ലൈറ്റ് ക്യാൻസൽ. എയർ ഇന്ത്യ അല്ലേ, അത്ഭുതപ്പെടാനില്ല. ആ ടാറ്റ് എടുത്തപ്പോ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, അത് പോയി. അയ്യോ, ഞങ്ങളും ആദ്യം വിചാരിച്ചത് എയർ ഇന്ത്യക്ക് ടിക്കറ്റ് എടുക്കാന്നാ. എന്തായാലും രക്ഷപ്പെട്ടു. ഇനി മക്കളെയും കൂട്ടി തൈഫിലോ അബഹയിലോ പോവാ. വെക്കേഷൻ സൗദി അറേബ്യ തന്നെ അടിച്ചു പൊളിക്കാം. എന്തായാലും ലീവ് ഉണ്ടല്ലോ. ടിക്കറ്റ് നിരക്ക് ഒത്തിരി കൂടുതലാ, പോരാത്തനെ മുന്നറിയിപ്പില്ലാത്ത ഫ്ലൈറ്റ് ക്യാൻസലും. ഇതൊക്കെ കൊണ്ടാണ് ഇവിടെ ചിലർ എയർ ഇന്ത്യ ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തത്. അതിന്റെ കാര്യമൊന്നും പറയണ്ട. ആ മീറ്റിംഗിൽ ഞാനും പങ്കെടുത്തതാ. അതിന് ആഹ്വാനം ചെയ്ത നേതാക്കന്മാർക്കൊക്കെ ഫ്രീ ടിക്കറ്റ് കിട്ടിയപ്പോ ബഹിഷ്കരണമില്ല, ഒന്നുമില്ല. അത് ശരിയാ, എനിക്കും അറിയാൻ ചില ഗടികളെ. ചുംബന്മാർ. അല്ല, ഇത്രയധികം ഫ്ലൈറ്റ് ഉണ്ടായിട്ടും നാട്ടിൽ പോകാൻ ടിക്കറ്റ് റേറ്റ് കൂടുതലോ? അതൊന്നും എയർലൈൻസുകാർക്ക് ഒരു പ്രശ്നമേ അല്ല. സ്കൂൾ അവധിക്കാലായ ഒരൊറ്റ കൂട്ടല. അല്ല, നമ്മുടെ സർക്കാർ കേരള എയർലൈൻസ് തുടങ്ങുന്ന പറയുന്നല്ലോ, അതിന്റെ കാര്യം എന്തായി? അതൊക്കെ പണ്ടല്ലേ. ഇപ്പൊ അതിന്റെ അനക്കം പോയിട്ട് കാലം എത്രയായി. ഏതോ ചില കമ്പനിക്കാര് ഇതിന് ഇൻട്രസ്റ്റ് കാണിച്ചു എന്നൊക്കെ വാർത്ത വന്നിരുന്നു. ഇനി ആകപ്പാടുള്ള പ്രദേശ കപ്പലിലാ. അത് നടക്കൂല എന്ന് പഠിച്ചവനറിയാം. ഈ കപ്പലിലൊക്കെ എങ്ങനെയാ പോവാ ദൈവമേ, പേടിയാവില്ലേ? ഇതിനെന്തായാലും ഒരു പരിഹാരം കണ്ടേ പറ്റൂ. എയർലൈൻസുകാരുടെ കൊള്ള ഇങ്ങനെ വിട്ടാ പറ്റില്ല. സാധാരണക്കാർ എന്ത് ചെയ്യും? എയർലൈൻസുകാർ ഇത് തുടർന്നുകൊണ്ടേയിരിക്കും, പ്രവാസികൾ ഇത് അനുഭവിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ പ്രവാസികൾ എന്നും പ്രവാസികൾ തന്നെ. എന്റെ അഭിപ്രായത്തിൽ ഇതിന്റെ പരിഹാരം എന്ന് പറയുന്നത് ഭരിക്കുന്ന സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. പണ്ടാരോ പറഞ്ഞതുപോലെ എന്തോ